ഇത് ഓൺലൈനിൽ വരുത്തിയ ചിക്കനും മീനുമാണ്. നമുക്ക് നോക്കാം കേട്ടോ. ഇതൊന്ന് കട്ട് എന്തെല്ലാം പാക്കറ്റാണെന്ന് നോക്കിയാൽ ഇവിടെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കവറ്. എനിക്കിങ്ങനെ ഈ സാധനങ്ങൾ കൊണ്ട് കവറിനോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. അപ്പം ഞാൻ ഓർത്ത് ഇത് ഒരു ബാഗ് പോലെ ആക്കാൻ പറ്റും. നോക്കുമ്പോൾ അങ്ങനെയല്ല, ഇത് കട്ട് ചെയ്തിട്ട് തന്നെ നമുക്കാക്കണം. ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനിത് കട്ട് ചെയ്തു. ഇതിനകത്ത് ചിക്കനും മീനുമെന്നാണ് പറഞ്ഞത് മോള്. ഇതിനകത്ത് മീനാണ്. അതായത് ആഗോലി പോംപ്ലേറ്റ് അത് തയ്യാർ ചെയ്തതാണ്, വെട്ടിയെല്ലാം ശരിയാക്കിയതാണ്. പിന്നെ ഇതിനകത്ത് ചിക്കനാണ്. ചിക്കൻ അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. ഇതിനകത്ത് ഞാൻ കട്ട് ചെയ്തായിരുന്നു. പാഗോലിയാണ് ഇതിനകത്ത്. അതായത് പോംപ്ലേറ്റ് എന്ന് പറയും. ഇതെന്തോന്ന് ഇതിനകത്ത് എന്തുകൊണ്ട് ഇത് നോക്കട്ടെ കേട്ടോ. ഇത് ചിക്കൻ ആയിരിക്കാനുള്ള എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ ആഗോലി ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം ഡേറ്റും ഒക്കെ എഴുതിയേക്കും കേട്ടോ. മീനിൻ്റെ എപ്പോഴാണ് ആക്കിയത്, എക്സ്പയർ ഡേറ്റ്, മീനിനും ഉണ്ട് എക്സ്പയർ ഡേറ്റൊക്കെ. അപ്പോൾ അത് നമുക്ക് മീനിൽ നിന്ന് ശരിയാക്കാം. അപ്പോൾ അതൊക്കെ ചിക്കൻ മേടിക്കുമ്പം ഇതിൻ്റെ ഫ്ലഷ് ആയിട്ടുള്ള നല്ല പകം ബോൺലെസ്, ഇത് ബോണോടുകൂടി, ഇത് അതിൻ്റെ കാല്, അങ്ങനെ മൂന്നായിട്ട് അവർ വെച്ചിരിക്കുന്നതിനകത്ത്. ഇത് ചിക്കൻ KFC സ്റ്റൈൽ ഉണ്ടാക്കുക കേട്ടോ. ഞങ്ങളുടെ സോനുവാണ് ഇത് ഉണ്ടാക്കണേ. അപ്പം സോനു ആദ്യം അതിനകത്തേക്ക് എന്താ ഇട്ടേ, സോൾട്ട്, ഉപ്പിട്ടു. ഇനി അടുത്തത് ഇത് കുരുമുളക് ഇഴാണ് കേട്ടോ. ഇത് നല്ല ഒറിജിനൽ കുരുമുളകാണ്. എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുരുമുളകാണ്. ഇത്രയും മതിയോ? കുറച്ചുകൂടെ വേണ്ടേ? മറ്റേ സൈഡിലാക്കണം. അപ്പം എല്ലാം കുഞ്ഞിൻ്റെ സ്റ്റൈലിലാണ് കേട്ടോ. കുഞ്ഞിൻ്റെ സ്റ്റൈലിലാണ് ഉണ്ടാക്കണമെന്ന് KFC. മറ്റേത് നമ്മൾ സാധാരണ നാടൻ സ്റ്റൈലിൽ ചേട്ടന് വേണ്ടിയെന്ന് പറഞ്ഞാൽ സോനുവിൻ്റെ ചേട്ടന് വേണ്ടിയിട്ട്, സിദ്ധുവിന് വേണ്ടി. സിദ്ധുവാണ് ഇന്നത്തെ പാചകം. എനിക്കറിയില്ലല്ലോ ഇതിങ്ങനെ KFC സ്റ്റൈൽ ഉണ്ടാക്കാനൊന്നും. എനിക്ക് സാധാരണ നമ്മുടെ നാടൻ ശൈലി അറിയുള്ളൂ. അപ്പം ഉപ്പ് പിന്നെയും വീണ്ടും ഇട്ടു, കുരുമുളക് പൊടി വീണ്ടും ഇട്ടു. ആദ്യം ഒരു സൈഡ് കുരുമുളക് പൊടി, പിന്നെ മറ്റേ തിരിച്ചിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുകയാണ് അത്. ഇനി അടുത്തത് ചില്ലി ഫ്ലേക്സ് ആണ് ഇടുന്നത്. അത് കുറച്ച് കേട്ടോ. എല്ലാം കൊച്ചിൻ്റെ കൈവാങ്ങിനനുസരിച്ചാണ്. സ്ഥിരം തനിയാണ് ഉണ്ടാക്കണത്. അത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതായത് കുരുമുളകും ഉപ്പും എല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ലാസ്റ്റ് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടൂ. കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് പുരട്ടി വയ്ക്കുക. ഇനി എന്തെങ്കിലും ഇടുന്നുണ്ടോ അതിനകത്തേക്ക്? അപ്പോൾ നന്നായിട്ട് അത് തേച്ച് പിടിപ്പിച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഒരു അരമണിക്കൂറാണ്. അരമണിക്കൂറിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അതിൽ കൊച്ചിൻ്റെ തന്നെ ഓൺ റെസിപ്പി ആയിട്ട് രണ്ടും. KFC സ്റ്റൈലായിരുന്നെങ്കിലും മറ്റേത് സ്വന്തം സ്റ്റൈലിലാണ് ഉണ്ടാക്കാറ്. അങ്ങനെ അപ്പോൾ ഇനി അടുത്തത് ഇതിന് പേരൊന്നുമില്ല വറക്കാനായിട്ട്. അങ്ങനെ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. നെക്സ്റ്റ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തെറ്റിപ്പോയി. മഞ്ഞൾപ്പൊടി എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കുക. ഇനി മുളക് പൊടി, അത് പറയുക ഒച്ചയില്ലേ മുളക് പൊടിയെന്ന്. അതിന് ഒച്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല, കാണിക്കേണ്ടതല്ലേ. കൊച്ചിന് ഇഷ്ടമല്ല കേട്ടോ കാണിക്കണേന്ന്. കുറച്ചുകൂടി ഇടും നല്ലോണം. ഇതിനൊട്ടും എരിവില്ലാത്ത ഒരു സൈസ് മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാണ്. എന്തായാലും ഇതിനൊട്ടും എരിവില്ല, അതെനിക്കറിയാം. അങ്ങനെ മുളക് പൊടി ഇട്ടു.
ഇനി അടുത്തത് തരി ഇട്ടാൽ മതി കേട്ടോ, മല്ലിപ്പൊടി ടേസ്റ്റ് വരും അല്ലെങ്കിൽ. ബസ് മതി. ഉപ്പിട്ടായിരുന്നോ? ഉപ്പ് കണ്ടോ? ഈ ഉപ്പ് പഞ്ചസാര പോലെ കേട്ടോ ഇരിക്കുന്നത്, കല്ലുപ്പ് വന്ന് ഇവിടുത്തെ ശരിക്കും കാണാമില്ല, അത് പോരാ. ഇത് കണ്ട പഞ്ചസാര എന്നാ ഞാൻ ആദ്യം വിളിച്ചത്, ഇത് കല്ലുപ്പാണ് പോലും. നമ്മുടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ കല്ലുപ്പ്. കുരുമുളക് പൊടി, അടുത്തത് കുരുമുളക് പൊടി. ഒരു സ്പൂൺ തൈര്. ഇനി മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ഇത് പുരട്ടി വെച്ചു. നല്ലതായിട്ട് തേച്ച് അതിൻ്റെ ഇടയിലേക്കൊക്കെ ആ വരഞ്ഞയിലില്ലേ അതിലേക്ക് ലൈനാക്കിയില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് മസാല വയ്ക്കും. അങ്ങനെ ഓക്കെ. അങ്ങനെ അപ്പം 4 കാല് KFC സ്റ്റൈലും ഇത് പേരില്ലാത്തൊരു സ്റ്റൈലാണ്. കൊച്ചിൻ്റെ 2 റെസിപ്പിയും കൊച്ചിൻ്റെ സ്വന്തം സ്റ്റൈലിലാണ് കേട്ടോ, അല്ലാണ്ട് വേറെ അങ്ങനെയൊന്നുമില്ല. അപ്പം ഇനി അത് എല്ലാം പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ കാണിക്കാം. അപ്പോൾ ഇതും ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നേരത്തേക്ക് വെച്ചേക്കും. ഇത് 2 മുട്ട എടുത്തിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് ബ്രെഡ് എത്ര എണ്ണം എടുത്താൽ 3 ബ്രെഡ് സ്ലൈസ് എടുത്തു. അത് വലിയ ബ്രെഡാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അത് പൊടിച്ച് വെച്ചു. കോൺഫ്ലവർ 1 ടീസ്പൂൺ, ഇത് 1/2 കപ്പ് മൈദ 1/2 കപ്പ്, ഇത് 1 ടീസ്പൂൺ കോൺഫ്ലവർ. അപ്പോൾ എല്ലാം റെഡിയായി. ഇനിയിപ്പോൾ ഞങ്ങൾ കൊച്ചു വറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യം എന്താ ചെയ്യുക? മൈദയിൽ മുക്കുക ആദ്യം. മുട്ടയിലല്ലേ ആദ്യം മുക്കട്ടെ? ഇങ്ങനെയാണോ? അത് ശരി. മൈദയിൽ ആദ്യം ചിക്കൻ പൊതി ഇങ്ങനെ മുക്കുക. അതിന് ശേഷം മുട്ടയിൽ മുക്കുക. അതിന് ശേഷം ബ്രെഡ് പൊടിച്ചതിൽ മുക്കുക, പുരട്ടുക. ഡബിൾ കോട്ടിങ്. നന്നായിട്ട് ബ്രെഡ് പുരട്ടണം. ഇത് മൈദയും കോൺഫ്ലവറും ചേർന്നാണ്, അതുകൊണ്ട് ഒന്നുകൂടെ അതിനുശേഷം വീണ്ടും മൈദയും കോൺഫ്ലവറും ചേർന്നതിൽ ഒന്നുകൂടെ പുരട്ടുക. ഇതും ഡബിൾ കോട്ടിങ് ആദ്യം ചെയ്തു, പിന്നെ ആദ്യവും അവസാനം. ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ആദ്യവും അവസാനവും. അത് കഴിഞ്ഞ് വീണ്ടും അത് തന്നെ മുട്ടയിൽ മുക്കുക. ഇതെല്ലാം 2 പ്രാവശ്യം വീതം ചെയ്യണം കേട്ടോ. ആദ്യം ചെയ്ത് പിന്നെ ലാസ്റ്റ് അങ്ങനെ ആക്കി, പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ 2 പ്രാവശ്യം വീതം ചെയ്യണം. പിന്നെയും ബ്രെഡ് ഇങ്ങനെ ആക്കുക, ബ്രെഡ് പുരട്ടുക. എല്ലാം 2 ടൈം അങ്ങനെ ഒരെണ്ണം റെഡിയായി. ഇനി എല്ലാം റെഡിയായി വെച്ചതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാം 3 എണ്ണം തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് 2 എണ്ണം വൈകുന്നേരത്തേക്ക് വെച്ചേക്കുകയാണ് പുള്ളി. ഇത് KFC സ്റ്റൈലാണ്, സ്വന്തമാണ്, കൊച്ചിൻ്റെ സ്വന്തം റെസിപ്പിയാണ്. അപ്പോൾ ഇനി അടുത്തത് ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ചൂടായി. ഇനി അടുത്തത് ഇട്ടോളൂ. ചൂടായി. എണ്ണ കുറച്ചുകൂടി വേണോ?
ബീഫ് ഫ്രൈ ആണോ? ആ അപ്പം ഏകദേശം നല്ലോണം എണ്ണ ഒഴിച്ചു. കുറച്ച് പേടിയില്ലാതെ ഇല്ല കേട്ടോ. ഇവിടെ പുക വന്നു കഴിഞ്ഞാൽ അലാറം അടിക്കും, പിന്നെ മഴയും പെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി പേടിയുണ്ട്. ഇത് ചിമ്മിനിയൊക്കെ ഉണ്ട്, പക്ഷെ അതാ ഇങ്ങേര് ഇവിടെ കൂടെ സംഗതി അലാറം അടിക്കും, അതുകൊണ്ട് ഒരു ചെറിയ പേടിയുണ്ട്. ആ അപ്പോൾ എന്നാലും അതൊക്കെ സൂക്ഷിച്ച് വേണം. എനിക്ക് സത്യം പറയാൻ പേടിയാട്ടോ ഇവിടെ. ഇത് സ്പ്രിങ്ക്ലറാണ്. അപ്പോൾ ഇത് വന്നാൽ ഇതിൽ കൂടി ആയിരിക്കും തീ വന്നു കഴിഞ്ഞാൽ എന്തായാലും വെള്ളം വീഴും. പിന്നെ ഇതാണെങ്കിൽ അലാറം അടിക്കും, സ്മോക്ക് വന്നാൽ അലാറം അടിക്കും. ഞങ്ങൾ ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ടേക്കുകയാണ്. അതൊക്കെ ഇട്ട് കൊള്ളും. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ആക്കാണ്. ഒരാളെ ഇങ്ങോട്ടും ഒരാളെ ഇങ്ങോട്ടും. അപ്പം ഇങ്ങനെ നോക്ക്. പെട്ടെന്ന് അടയ്ക്കണ്ടേ? എന്നാ അതെടുത്തോ, അതിൻ്റെ അടപ്പെടുത്തോ, അടപ്പെടുക്കൂ. വലുതെടുക്കുന്നത് അങ്ങാറ്റത്തുണ്ട്, അങ്ങാറ്റത്ത് അടിയിൽ നോക്കും കുട്ടി. ഒന്ന് തുടച്ചേച്ച്. പാറ്റയൊന്നുമില്ല ഇവിടെ, എന്നാലും. അപ്പോൾ ഇതൊന്ന് അടച്ച് വയ്ക്കുക. എത്ര ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നോക്കാം. ഇല്ലേ ഇളക്കിയ പോരായിരുന്നോ? അല്ലാണ്ട് ഇത് അച്ഛാ, ഇത് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി അടുത്തത് ഞങ്ങൾ മീനും വറുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഇന്നലത്തെ മീനും ചെറിയ പുക വന്നു. വേണമെങ്കിൽ ഇത് ശരിക്കും അങ്ങോട്ട് നീക്കി വയ്ക്കൂ. തീ കുറച്ചോ? ഇത് തുറന്നിട്ട് ഞങ്ങളൊന്ന് മറിച്ചിട്ടു, തിരിച്ചിട്ടു. പിന്നെ ഇനി സൈഡിലേക്ക് ഒന്ന് വേവാനായിട്ട്. അങ്ങനെ ഞങ്ങളുടെ KFC സ്റ്റൈല് കൊച്ചിൻ്റെ ചിക്കൻ ഫ്രൈ റെഡിയായി. നല്ല പൊരാന്നായിരിക്കണം കണ്ടോ. നല്ല ക്രിസ്പിയാണ്, കണ്ടാൽ തന്നെ അറിയാം. കാണുന്നുണ്ട് നിങ്ങളെ ക്രിസ്പി ആയിട്ട്. കട്ട് ചെയ്യും കണ്ടോ, നല്ല ക്രിസ്പിയാണ്. ശബ്ദം കേട്ടില്ലേ? സൗണ്ട് കേട്ടില്ലേ? ആ അതൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് കമൻ്റ് ഇടാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും ഒട്ടും മറക്കല്ലേ. ഇത് മോനുണ്ടാക്കിയതാണ്, കൊച്ചു മോനുണ്ടാക്കിയത്. 11 വയസ്സേ ഉള്ളൂ കേട്ടോ പുള്ളിക്ക്. എല്ലാം ഉണ്ടാക്കാൻ അറിയാം. ഒരുമാതിരിയൊക്കെ എല്ലാം ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കും. സ്വന്തം റെസിപ്പി ആയിരിക്കും പറയും. മീനാണേലും പിന്നെ ഇങ്ങനത്തെ അവൻ എല്ലാം ചേഞ്ച് ചെയ്ത് പലതരത്തിലായിട്ട് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ചിക്കൻ റെഡിയായി. കണ്ടോ, നല്ല ക്രിസ്പിയാണ്. പ്ലേറ്റിലായി റെഡിയായി കഴിക്കാനായിട്ട്. ഇനി സോസ് എടുക്കാൻ പോയേക്കാണ്. സോസ് കിട്ടിയാണ് പുള്ളിക്കാരൻ കഴിക്കാൻ പോകും. ഈ പിള്ളേർക്ക് എല്ലാവർക്കും സോസാണ് ഭയങ്കര. ആഹാ, മീശയാണല്ലോ വരച്ചേ. മീശയും 2 മൂക്കും 2 കണ്ണും കൂടെ വരികയായിരുന്നു. ഇവിടെ 2 കണ്ണ്, ഇവിടെ ഒരു വട്ടത്തിൽ മൂക്ക്. ആ ഇനിയൊരു മൂക്ക് വേണ്ടേ? സ്മൈലി ഫേസ്, പക്ഷെ മൂക്ക് വേണം. മൂക്കും കൂടി ആക്കുമോ, നല്ല ഭംഗിയായിരിക്കും. അങ്ങനെയുണ്ട് ഡെക്കറേഷൻ. കുറച്ച് നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റും ചെയ്തു.